ദിഹാങ്ക ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും ഇരുമ്പം പുളി കൊണ്ട്. ഇരുമ്പം പുളി മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കൈപ്പിടി ഇരുമ്പം പുളി എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 മാങ്ങ എന്ന് പറയുന്നത് ചനച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചനച്ച മാങ്ങ എന്ന് വെച്ചാൽ നമ്മളുടെ മാങ്ങയൊക്കെ മൂത്തിട്ട് പഴുക്കാറാവണ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് മഞ്ഞ കളറായി വരുമ്പോൾ ആ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി വെച്ചിരിക്കുന്നത് അരമണിക്കൂർ നേരമെങ്കിലും മിനിമം നമ്മളതൊന്ന് പുരട്ടി വെക്കണം. അപ്പോഴാണ് ആ ഉപ്പ് അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് മറ്റേ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും, കാരണം എണ്ണ കാറാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 തുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 1 തുടം എന്ന് പറഞ്ഞാൽ ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി അല്ലികൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കാം. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. വെളുത്തുള്ളി വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഒരു 5 വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തീ ഓഫ് ചെയ്യുന്നത് ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചട്ടി ചൂടായിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരും തീ ഓഫ് ചെയ്താലും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ മൊരിഞ്ഞ മുളക് പൊടിയിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ഇരുമ്പം പുളിയും മാങ്ങയും കൂടിയിട്ടുള്ളത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതായത് ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് 2 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ഊറി വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് ഞാൻ ചാറായിട്ടല്ല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തിരി ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പരുവത്തിലാണ്. അത് ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാറിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മൂടി വെച്ചിട്ട് സാധാരണ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് ഊറി വരും. അങ്ങനെ വരുന്നില്ലെങ്കിൽ 1/4 കപ്പ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇരുമ്പം പുളി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ഏറ്റവും അവസാനം 1 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഈ ഗ്രേവി നിങ്ങൾ നോക്കേണ്ട, ഇത് മൺചട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ തീ ഓഫ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നല്ല കുറുകിയ പരുവത്തിൽ വരും. അപ്പോൾ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.